നെടുമങ്ങാട് അപകടശേഷം സുഹൃത്തിന്റെ വീട്ടിൽ അഭയം തേടിയ ബസ് ഡ്രൈവർ കസ്റ്റഡിയിൽ. നെടുമങ്ങാട് ബസ് അപകടത്തിൽ ബസ് ഡ്രൈവർ കസ്റ്റഡിയിൽ. ഒറ്റശേഖരമംഗലം സ്വദേശി ഡ്രൈവർ അരുൾദാസ് ആണ് കസ്റ്റഡിയിലായത്. സംഭവ സ്ഥലത്തു നിന്നും ഡ്രൈവർ രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾക്ക് കണ്ണിന്റെ പുരുകത്ത് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കിൽ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും പിന്നാലെ സുഹൃത്തിന്റെ വീട്ടിൽ അഭയം തേടുകയുമായിരുന്നു. നെടുമങ്ങാട് അപകടത്തിൽ ഒരാളാണ് ഇതുവരെ മരിച്ചത്. കാവല്ലൂർ സ്വദേശിനി ദാസിനിയാണ് മരിച്ചത്. 21 പേർ നിലവിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി 10:20 നെടുമങ്ങാട് ഇരിഞ്ചിയത്താണ് ദാരുണമായ സംഭവം നടന്നത്. നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് മറിയുകയായിരുന്നു. ബസ്സിൽ 49 പേർ ഉണ്ടായിരുന്നതായാണ് വിവരം. ഇവരിൽ അധികവും കുട്ടികളായിരുന്നു. ആംബുലൻസിനെ കണ്ട് പെട്ടെന്ന് ബ്രേക്കിട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബന്ധുക്കളും നാട്ടുകാരുമായിട്ടുള്ള ആളുകളാണ് ടൂർ പോയത്. പെരുങ്കടവിള, കീഴാറൂർ, കാവല്ലൂർ പ്രദേശത്തെ ആളുകളാണ് ഇതിൽ കൂടുതലുള്ളത്. മറിഞ്ഞ ബസ് ക്രെയിന്റെ സഹായത്തോടെ ഉയർത്തി പരിശോധിച്ച് ബസ്സിനടിയിൽ ആരും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസമാണ്. അപകടത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള ക്രമീകരണം നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. അതേസമയം അപകടത്തിൽപ്പെട്ട ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഒരു ലോറിയെ മറികടക്കുന്നതിനിടെ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണെന്ന് അപകട സമയം അടുത്തുണ്ടായിരുന്നവർ പറയുന്നു. വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ വളവ് തിരിഞ്ഞ ശേഷമാണ് ബസ് മറിഞ്ഞത്. അതുവരെ റോഡിലൂടെ തെന്നി നീങ്ങുകയായിരുന്നുവെന്നും ബഹളം കേട്ടാണ് നോക്കിയതെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തെ തുടർന്ന് ഉടൻ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും KSEBയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാനായി. ബസിന്റെ ചില്ലുകൾ തകർത്ത് മുഴുവൻ പേരെയും പുറത്തെത്തിക്കുന്നതിലും ഒട്ടും വൈകാതെ തങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളിൽ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തിയതും രക്ഷയായി. ബസിനടിയിൽ മറ്റാരും അകപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് രക്ഷാദൗത്യം അവസാനിപ്പിച്ചത്.